AI ക്യാമറ ആരോപണം വിജിലൻസ് അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരം വിജിലൻസ് യൂണിറ്റ് 2 ആണ് അന്വേഷിക്കുന്നത്. AI ക്യാമറ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഉടൻ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി. അഴിമതി നിരോധന നിയമം 17A അനുസരിച്ച് തിരുവനന്തപുരം വിജിലൻസ് സ്പെഷ്യൽ യൂണിറ്റ് 2 ആണ് അന്വേഷണം നടത്തുന്നത്. സംഭവത്തെക്കുറിച്ച് 2022 മെയ്യിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു എന്നും ഈ വർഷം ഫെബ്രുവരിയിൽ വിശദമായ അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടു എന്നും വിജിലൻസ് വൃത്തങ്ങൾ അറിയിച്ചു. AI ക്യാമറകൾ സ്ഥാപിച്ചത് ഉൾപ്പെടെ ഗതാഗത വകുപ്പിലെ 5 അഴിമതി ആരോപണങ്ങളെ കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞ് തൊട്ടു പിന്നാലെ AI ക്യാമറകളെ കുറിച്ച് ആദ്യം ആരോപണം ഉന്നയിച്ചത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകി. AI ക്യാമറകൾ സ്ഥാപിച്ചത് സംബന്ധിച്ച് കെൽട്രോൺ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട കരാറിലെ വിവരങ്ങൾ പരസ്യപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതിനു പിന്നാലെയാണ് അന്വേഷണം ആരംഭിച്ച വിവരം പുറത്തു വന്നത്. AI ക്യാമറകൾ സ്ഥാപിച്ചത് സംബന്ധിച്ച വിവരങ്ങൾ ഒന്നും തന്നെ സർക്കാർ വെബ്സൈറ്റിലോ മറ്റ് ഔദ്യോഗിക രേഖകളിലോ പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല എന്നും അതിനാൽ പദ്ധതി സംബന്ധിച്ച സർക്കാർ ഉത്തരവുകൾ, ഗതാഗത വകുപ്പ് കെൽട്രോണുമായി ഉണ്ടാക്കിയ എഗ്രിമെന്റ്, കെൽട്രോൺ നടത്തിയ ഉപകരാർ നടപടികളുടെ വിവരം, നോട്ട് ഫയൽ എന്നിവ ഉടൻ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത്. സർക്കാരുമായി ഉണ്ടാക്കിയ കരാറിന് വിരുദ്ധമായാണ് കെൽട്രോൺ പ്രവർത്തിച്ചത്. മാർക്കറ്റിൽ അന്താരാഷ്ട്ര കമ്പനികളുടെ ക്യാമറകൾ ലഭ്യമാകുമ്പോൾ ഉയർന്ന നിരക്കിൽ ക്യാമറ സാമഗ്രികൾ വാങ്ങി കെൽട്രോൺ അസംബിൾ ചെയ്യുകയാണ്. വൻകിട കമ്പനികൾ ക്യാമറകൾക്ക് വാറന്റിയും മെയിന്റനൻസും സൗജന്യമായി നൽകുമ്പോൾ കെൽട്രോൺ ഇതിനായി ഭീമമായ തുക ഈടാക്കുന്നു എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. കെൽട്രോൺ ഉപകരാർ നൽകിയ SIRT എന്ന കമ്പനിക്ക് ക്യാമറകൾ സ്ഥാപിച്ചോ പരിപാലിച്ചോ പരിചയമില്ല എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ധനവകുപ്പിന്റെ അനുമതിയില്ലാതെ ഗതാഗത വകുപ്പ് നടത്തിയ ഇടപാടിൽ അടിമുടി അഴിമതിയുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.